ഹലോ മക്കൾസ്, ബാബു സാറാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിലൊന്നാണ് ജമീനേക്ക് സ്ലേറ്റ് കാ നാം ഹേ എന്ന് പറയുന്നത്. ഇത് ആത്മകഥയാണ് ഏകാന്ത് ശ്രീവാസ്തവജിയുടെ. ഈ പാഠവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കുന്നൊരു ചോദ്യം പത്ര ലിഖേ എന്നാണ്. നമുക്ക് കത്തെഴുതാൻ നിരവധി പാഠങ്ങളിലുണ്ട്, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കത്തുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഓക്കെ, പത്ര ലിഖേ മറ്റേതൊക്കെ കത്തുകളാണെന്നുള്ളത് നമ്മൾ ഇന്നത്തെ മെഗാ മാരത്തോണിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ചോദ്യം വന്നാൽ ചോദ്യം ഇങ്ങനെയാണ്: ഷാദി കെ ബാരെ മേ സോച്ച്കർ, വിവാഹത്തെ കുറിച്ച് ആലോചിച്ചിട്ട് ദീദി കാ മൻ സംഘർഷ സെ ഭരാം, അതായത് ലേഖകന്റെ ചേച്ചിയുടെ മനസ്സ് സംഘർഷം കൊണ്ടെന്ന് പറഞ്ഞു. ഇസ്കെ ബാരെ മേ വ അപ്പനി സഹേലി കോ പത്ര ലിഖി, അതിനെക്കുറിച്ച് അവൾ കൂട്ടുകാരിക്ക് കത്ത് എഴുതുന്നു. വ പത്ര ലിഖയും, ആ കത്ത് എഴുതാനാണ് നമ്മൾ ചോദിക്കുന്നത്. കത്തിന്റെ അകത്ത് എന്തൊക്കെ പോയിന്റ് ഉണ്ടായിരിക്കണം? മാതാപിതാ और भाई का प्यार, അപ്പന്റെയും അമ്മയുടെയും സഹോദരന്റെ സ്നേഹത്തെ കുറിച്ച് പറയണം. പരിവാർ സെ ബിछुड़ने का दुख, ഈ ഫാമിലിയുമായി മാറി നിൽക്കുന്നതിന്റെ ദുഃഖത്തെ കുറിച്ച് പറയണം. സസുരാൽ കെ പ്രതി ആശങ്ക, സസുരാൽ ഭർത്തൃവീടിനെ കുറിച്ച്, സസുർ ഭർത്താവ്, സസുരാൽ എന്ന ഭർത്തൃവീടിനെ കുറിച്ചുള്ള ആശങ്ക, കയറി ചെല്ലാൻ പോകുന്ന വീടിനെ കുറിച്ചുള്ള ആശങ്ക, ഇതെല്ലാം കൂടി വെച്ചുകൊണ്ടായിരിക്കണം അവള് കത്ത് എഴുതുന്നത്. ഓക്കെ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കത്ത് എഴുതേണ്ടത് ഇങ്ങനെയാണ്. ആ കത്തിന്റെ മോഡലാണ് നിങ്ങൾ കാണുന്നത്. ഇത് നിങ്ങൾക്ക് വലുതാക്കി കാണിക്കാൻ വേണ്ടി ഞാൻ പ്രേരിപ്പിക്കുന്നു. നോക്ക്, കത്തിൽ നമ്മൾ വലതുവശത്ത് സ്ഥാൻ താരിഖ് ആദ്യം എഴുതണം. ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം, കാര്യം ഉണ്ടായിരിക്കണം, കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം. പ്രിയ നേഹ, നേഹ എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കുക. ഏത് കൂട്ടുകാരിക്കാണെന്ന് പറയുന്നില്ല, കൂട്ടുകാരിയുടെ പേര് നിങ്ങൾക്ക് എഴുതാം. എന്നിട്ട് ഇങ്ങനെയാണ്, നോക്കൂ മക്കളെ. തും കൈസേ ഹോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ടീക്ക് ഹേന, സുഖം തന്നെയല്ലേ? മേ ഇതർ ടീക്കു, ഞാനിവിടെ ഹാപ്പിയാണ്. ഫിർ ബി, എന്നാലും മേരാമൻ, എന്റെ മനസ്സ് തോട അല്പം സംഘർഷ സേ ബരാഹേ, സംഘർഷം കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. യഹ്, ഇക്കാര്യം തുമാരെ സാത്ത്, നിന്റെ കൂടെ ബാഗ് ലേനേക്കിലെ ഷെയർ ചെയ്യാൻ വേണ്ടി ഈ പത്ര ലിഖിക്കും, ഞാൻ ഈ കത്ത് എഴുതുകയാണ്. പ്രിയ നേഹ, പ്രിയപ്പെട്ട നേഹേ, തുംകോ മാലൂം ഹേന, നിനക്കറിയാമല്ലോ, മേരാ ഷാദി ഹോനേവാലാ ഹെ, എന്റെ വിവാഹം നടക്കാൻ പോവുകയാണ്. ഫിർ ബി, എന്നിട്ടും മുച്ചേ ഖുഷി നഹിയെ, എനിക്ക് സന്തോഷമേ ഇല്ല. മേരാ മാം ബാപ്പ്, എന്റെ അപ്പനും അമ്മയും, ഭായി സഹോദരൻ, സബ് ലോഗ്, എല്ലാ ആളുകളും മുച്ചേ കിത്തന പ്യാർ കർത്തെ, എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഉസേ ബിച്ചുടുക്കർ, അങ്ങനെയുള്ള അവരുമായി വേർപിരിഞ്ഞിട്ട് മേ കൈസേ ജീപ്പാവും, ഞാൻ എങ്ങനെ വേറെ വീട് പോയി ജീവിക്കും. മേരി ഷാദി കെലിയെ, എന്റെ വിവാഹത്തിന് വേണ്ടി വേ കിത്തനെ കഷ്ടപ്പെടാത്തെ, എന്തെല്ലാം കഷ്ടപ്പാടാണ് അവർ സഹിക്കുന്നത്. മേ ഉൻകെലിയെ ബോഞ്ച് ബൻകയോ, സത്യത്തിൽ എന്നെ വിവാഹം കഴിച്ചേക്കാൻ ഒരുപാട് പണത്തിന്റെ ഒക്കെ ആവശ്യമുണ്ട്. ഞാൻ അവർക്ക് എല്ലാവർക്കും കൂടി ഒരു ഭാരമായി മാറിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും കഠിൻ മേഹനത്ത് കർക്കെ, ഇത്രയും അവർ റിസ്ക് ഒക്കെ എടുത്തുകൊണ്ട് കഠിൻ മേഹനത്ത് കർക്കെ, കഷ്ടപ്പാട്, മേഹനത്ത് എന്ന് പറഞ്ഞ അധ്വാനം, ഇത്രയും അധ്വാനമൊക്കെ നടത്തിയിട്ട് സസുരാൽ ബേജിനേപ്പർ, ഭർത്തൃ വീട്ടിലേക്ക് അയച്ചു കഴിഞ്ഞാൽ മുച്ചേക്കാ വഹാം ഖുഷി ബിലേഗി, അല്ല എനിക്ക് അവിടെ സുഖം കിട്ടുമോ? മേരെ നസീബ് മേം ക്യാ ലിഖാഹെ, എന്റെ നസീബിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചതെന്ന് ആർക്കറിയാം. തും മുച്ചേ ജറൂർ തോടാ ശാന്തി കാ രാസ്ത ബതാവോ, ഈ സന്ദർഭത്തിൽ തും മുച്ചേ, നീ എനിക്ക് ജറൂർ തീർച്ചയായും തോടാ അല്പം ശാന്തി കാ, സമാധാനത്തിന്റെ രാസ്ത ബതായോ, ഒരു ബതാവോ, സമാധാനത്തിന്റെ വഴി പറഞ്ഞു. മാം ബാപ്പ് സേ മേരാ തലാഷ് കഹനാ ചാഹിയെ, കൂടാതെ നിന്റെ അപ്പനോടും അമ്മയോടും എന്റെ സ്നേഹാന്വേഷണം അറിയിക്കുക വേണം. ഷാദിമേം, കല്യാണത്തിൽ ഷാമിൽ ഹോനേക്കിലെ, ഷാമിൽ ഹോന, പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് സബ് ലോഗ് ആനാബി ചാഹിയെ, നിങ്ങൾ എല്ലാവരും വരികയും വേണം. ഓക്കെ, നീ എന്റെ ടെൻഷനൊക്കെ ഒന്ന് മാറ്റി കുറച്ച് എന്നോടൊന്ന് മോട്ടിവേറ്റഡ് ആയി സംസാരിക്കുകയും വേണം, അല്ലെ? മറുപടി തരണം. സ്നേഹത്തോടു കൂടി ഹസ്താക്ഷർ നാം. ഓക്കെ, പേര് കത്തിയുന്ന ദീദിയുടെ പേര് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ നാം ഇത് ഡാഷ് ഇട്ടാൽ മതി. എന്നിട്ട് ഈ കത്തിനെ നമ്മൾ കവറിലാക്കണമല്ലോ, കിട്ടേണ്ട ആളിന്റെ പേരിൽ. അത് നമ്മൾ സേവാമേ, ഇവിടെ നമ്മൾ ഇത് നേഹ എന്നാണ്, അപ്പോൾ പേരായിട്ട് നേഹ തന്നെ കൊടുക്കാം. അപ്പൊ അതാ ഇങ്ങനെ ഡാഷ് ഇട്ട് എഴുതിയാൽ നിങ്ങൾക്ക് ഈ കത്തിൽ നിന്ന് കിട്ടുന്നത് 8 മാർക്കാണ് മക്കളെ, 8 മാർക്കാണ്. ഇതുപോലെ നമുക്ക് പഠിക്കാനുള്ള പല പാഠങ്ങളിൽ നിന്നും ഇതുപോലെ പത്രം വരാനുണ്ട്. ആ പത്രമൊക്കെ നമ്മൾ ഇന്ന് മെഗാ മാരത്തോണിൽ ചർച്ച ചെയ്യും. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കത്താണ്. ഒരുപാട് ഇതുപോലത്തെ കത്തുകളുണ്ട്, അതൊക്കെ നമുക്കിന്ന് ഇമ്പോർട്ടൻ്റ് ആയി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരും കൃത്യസമയത്ത് തന്നെ ലൈവിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഗംഭീരമായിട്ട് പഠിക്കേണ്ടതുണ്ട്. താങ്ക് യു, ബൈ.